പുതിയ റെസിഡൻസി നിയമത്തിന് അംഗീകാരം നൽകി കുവൈറ്റ് അമീർ. വിസ കച്ചവടം പോലുള്ള നിയമലംഘനങ്ങൾക്ക് കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ നിയമത്തിൽ ഉൾപ്പെടുത്തി. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിയമം നിലവിൽ വരും. അമീറിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 7 അധ്യായങ്ങളിലായി 36 ആർട്ടിക്കിളുകൾ പുതിയ റെസിഡൻസി നിയമത്തിൽ ഉൾപ്പെടുത്തി. 1959 പഴയ നിയമത്തിൽ ഭേദഗതി ഉൾപ്പെടുത്തുകയും പുതിയ വെല്ലുവിളികൾക്ക് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പ്രാബല്യത്തിൽ വരും. പുതിയ നിയമപ്രകാരം രാജ്യത്ത് പ്രവേശിക്കുന്നതിനും പുറത്തുപോകുന്നതിനും എല്ലാ പ്രവാസികൾക്കും കാലാവധിയുള്ളതും സാധുതയുള്ളതുമായ പാസ്പോർട്ട് കൈവശം വേണം. GCC പൗരന്മാർക്ക് ഇതിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികൾ പുതുതായി ജനിച്ച കുട്ടികളെ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളിൽ ഉടൻ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ കുട്ടിക്ക് കുവൈത്തിൽ 4 മാസം മാത്രമേ തുടരാനാകൂ. സന്ദർശക വിസയുടെ പരമാവധി കാലാവധി 3 മാസമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഹിക തൊഴിലാളികൾ രാജ്യത്തിന് പുറത്ത് 4 മാസത്തിൽ കൂടുതൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് മുൻകൂർ അനുമതി നേടണം. മറ്റു തൊഴിലാളികൾക്ക് രാജ്യത്തിന് പുറത്ത് 6 മാസം വരെ താമസിക്കാൻ അനുവാദമുണ്ട്. ഗാർഹിക തൊഴിലാളി ജോലി വിട്ടുപോയാൽ സ്പോൺസർ 2 ആഴ്ചയ്ക്കുള്ളിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ പരാതി നൽകണം. സാധുവായ റെസിഡൻസി പെർമിറ്റ് ഉണ്ടായാലും വിദേശികളെ നാടുകടത്താനുള്ള അധികാരം ആഭ്യന്തരമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. നാടുകടത്തുന്ന പ്രവാസികളെ 30 ദിവസം തടങ്കലിൽ വെക്കാമെന്നും ആവശ്യമുണ്ടെങ്കിൽ കാലാവധി നീട്ടാമെന്നും പുതിയ നിയമത്തിൽ വ്യക്തമാക്കുന്നു. അതോടൊപ്പം പ്രവാസി തൊഴിലാളികളെ നാടുകടത്തുന്നതിനുള്ള ചിലവുകൾ തൊഴിലുടമ വഹിക്കണമെന്നും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. മീഡിയ 1, കുവൈറ്റ് സിറ്റി.